ശ്രീൻ പിച്ചക്കുട്ടി, CPM-ഉം CPI-യും തമ്മിൽ പല ഘട്ടങ്ങളിൽ ഉരസലുണ്ടായിട്ടുണ്ട്. മുന്നണിയിൽ നിന്ന് പോകുമെന്നുള്ള വിളിയം ഭാർഗവന്റെ ഭീഷണിയൊക്കെ നമ്മൾ പലതവണ വാർത്താസമ്മേളനത്തിൽ കണ്ടതാണല്ലോ. ആ കാലം കഴിഞ്ഞു. ഒന്നാം പിണറായി സർക്കാരിൽ അടക്കം എടുത്ത കടുത്ത നിലപാടുകളൊക്കെ CPM പലപ്പോഴും നിലപാടിൽ നിന്ന് പിന്നാക്കം പോവുകയും CPI-യുടെ നിലപാടിനൊപ്പം തീരുമാനത്തിനൊപ്പം നിൽക്കുകയൊക്കെ പല വിഷയങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വിഷയം അതിലും ഗൗരവതരമെന്നാണോ അങ്ങ് കാണുന്നത്? ഇതെങ്ങനെ അവസാനിക്കുമെന്നാണ് കരുതുന്നത്? കാരണം PM ശ്രീയിൽ നിന്ന് പിന്മാറാതെ ഒത്തുതീർപ്പില്ല എന്നാണ് അല്പം മുൻപ് പോലും പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതികരിച്ചിട്ടുള്ളത്. അത് സർക്കാരിനെ സംബന്ധിച്ച് അത്ര പ്രായോഗികമായി നടക്കുന്ന കാര്യവുമല്ല. അപ്പോൾ പിന്നെ എന്താണ് സംഭവിക്കുക? അല്ല, CPIയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അവർക്ക് ഇനി കോംപ്രമൈസ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2-3 പ്രശ്നങ്ങൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ CPI ആലോചിച്ചിട്ട് പറയുന്നൊരു പാർട്ടിയാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 1977 ശേഷം CPI-യും CPM-ഉം ഒന്നിച്ചാണ് നിൽക്കുന്നത്. 2 പാർട്ടികളും ഒന്നിച്ചാണ് ഭരിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ 2 പാർട്ടികൾ തമ്മിൽ വളരെ ഡീപ്പായിട്ടുള്ള ഐഡിയോളജിക്കലായിട്ടുള്ള ഡിഫറൻസസ് കാണാനുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ശിവൻകുട്ടിയുടെ പത്രസമ്മേളനം ഞാൻ വളരെയേറെ ഒരു ഞെട്ടലോട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഞാൻ കേട്ടത്. അദ്ദേഹം പറഞ്ഞു, ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി സംബന്ധിച്ച് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ അന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ നിലപാടുകൾ മാറ്റി എന്ന് വളരെ പരസ്യമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി പറയുന്നത്. ശിവൻകുട്ടി ഞങ്ങളുടെയൊക്കെ കാലത്ത് SFIയുടെ നേതാവായിരുന്ന ഒരാളാണ്. ആ SFIയുടെ നേതാവായിരുന്ന, ഇത്രയും കാലം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താവായിരുന്ന ശിവൻകുട്ടി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020, അതായത് BJP സർക്കാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ച് തനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന എതിർപ്പുകൾ ഞാൻ മാറ്റി വയ്ക്കുകയാണ്, ഞാൻ നിലപാട് മാറ്റി എന്ന് പറയുമ്പോൾ അതൊരു പ്രായോഗികമായിട്ടുള്ള ഒരു വിഷയമല്ല. പണം കിട്ടാനുള്ള നിലപാട് മാറ്റമല്ല, മറിച്ച് കേന്ദ്ര സർക്കാരുമായിട്ട് BJPയുടെ ഐഡിയോളജിയുമായിട്ട് ഒരു കോംപ്രമൈസിലേക്ക് വരാൻ ആ പാർട്ടി തയ്യാറാവുന്നതാണ്. അത് CPM-നെ സംബന്ധിച്ചിട്ടുള്ള അത് അവരുടെ ഒരു വിഷയമാണ്. പക്ഷേ CPI പോലൊരു പാർട്ടിക്ക് ആ ഒരു നിലപാടെടുത്തുകൊണ്ട് കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ CPIയുടെ പാർട്ടിക്കകത്ത് വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഇക്കാര്യത്തിലുണ്ട്. CPIയുടെ അണികൾക്കിടയിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. മാത്രമല്ല, അങ്ങനെ പോയി കഴിഞ്ഞാൽ തങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വലിയ നഷ്ടമാണെന്ന് CPIക്ക് അറിയാം. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എന്താ സംഭവിച്ചത്? CPIയുടെ സീറ്റ് കണ്ണടച്ച് തുറക്കും മുമ്പ് BJPയുടെ കയ്യിൽ പോയി. എങ്ങനെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ചില അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. പോലീസുകാർ അയച്ചിരുന്നു. തൃശ്ശൂർ പൂരം കലക്കിയിട്ട് ആരും അറിഞ്ഞില്ല, കേട്ടില്ല. ഈ തരത്തിലുള്ള പലതരത്തിലുള്ള ഇടപാടുകൾ CPIയുടെ സീറ്റാണ് നഷ്ടപ്പെട്ടത്. അതേ തരത്തിൽ ഏറനാട് മണ്ഡലത്തിൽ പണ്ട് CPIക്കാരന് 5000 വോട്ടായിട്ട് മാറി, 22,000 23,000 വോട്ട് കിട്ടുന്ന സീറ്റ് 5000 മാറി. അൻവർ ആ വോട്ട് വാങ്ങി. അപ്പോൾ ആ തരത്തിൽ CPIയെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു രാഷ്ട്രീയ സമീപനം കുറേ കാലങ്ങളായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുണ്ട്. ഇന്ന് അത് BJPയുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നീക്കുപോക്കുകളോ വരികയാണെങ്കിൽ CPI എന്ന പാർട്ടി കേരളത്തിൽ അപ്രത്യക്ഷമാവും. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലെങ്കിലും ശക്തമായൊരു നിലപാടെടുത്തുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ ഒരു ബാധ്യസ്ഥരാണ്. ഇതിൽ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ LDF എന്ന എന്ന മുന്നണിയിൽ മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ തന്നെ തങ്ങളൊന്നും അല്ലാതായി പോവും എന്ന് CPIക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ആ പാർട്ടി ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടെടുക്കുന്നത്. CPIയുടെ എക്സിസ്റ്റൻസിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഐഡിയോളജിക്കലായിട്ട് ഇഷ്യൂ കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. പ്രാക്ടിക്കലായിട്ട് CPM കൂടുതലായിട്ട് BJPയുമായിട്ട് ഏതെങ്കിലും തന്ത്രബന്ധങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ അതിൻ്റെ വില കൊടുക്കേണ്ടി വരിക CPM അല്ല, CPI ആയിരിക്കും എന്ന് കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് ഇതൊക്കെ നോക്കിയാൽ ഈ വിഷയം അങ്ങനെ പെട്ടെന്ന് കെട്ടടങ്ങും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരുപക്ഷെ CPIയെ കൂടെ നിർത്തണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അവരെന്തെങ്കിലും നടപടികളിലേക്ക് നീങ്ങുമായിരിക്കും. പക്ഷേ ഒപ്പിട്ടൊരു കരാറിന് വിഡ്രോ ചെയ്യലൊന്നും പ്രായോഗികമല്ല. അപ്പം അതുകൊണ്ട് ഒരു ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ CPI എന്ന പാർട്ടി വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് മുന്നണി മാറ്റമൊന്നും CPI ആലോചിക്കുന്നില്ല. അതവരുടെ
ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസിൽ തന്നെ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇടതുപക്ഷത്താണ് എല്ലാ സമയത്തും നിൽക്കുക. അപ്പോൾ ഒരു കാരണവശാലും മുന്നണിയിൽ നിന്ന് മാറി UDF-ലേക്ക് പോകുക എന്നുള്ള CPI ആലോചിക്കുന്നില്ല. അതല്ലാതെ അവർക്ക് എന്ത് തീരുമാനമെടുക്കാൻ പറ്റും? ഇപ്പോൾ മന്ത്രിമാരെ പിൻവലിച്ചുകൊണ്ടുള്ള തീരുമാനം വരിക, മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന തീരുമാനം വരിക, ഇതൊക്കെ ഏത് സമയത്താണ് കൂടുന്നത് ആലോചിക്കണം. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്, 6 മാസം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന് ആയുധമാക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ടേക്ക് ഇട്ടുകൊടുക്കുകയാണ് CPI എന്നൊരു ആരോപണം കൂടി CPI നേരിടേണ്ടി വരുമല്ലോ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് മൂന്നാം പിണറായി സർക്കാർ എന്ന ആലോചനയിലേക്ക് കടക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്കൊക്കെ കടക്കാനിരിക്കുമ്പോൾ രണ്ടാമത്തെ കക്ഷിയുടെ ഈ പിണക്കം, അത് എങ്ങനെ ആ പിണക്കം, അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞ ഈ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഐഡിയോളജിക്കൽ എക്സിസ്റ്റൻസ് ആണല്ലോ, അതല്ലാതെ പ്രായോഗികമായി നോക്കുമ്പോൾ അവർക്ക് ഇവിടെ സർക്കാരിനൊപ്പം നിൽക്കുകയാണ് പ്രായോഗികമായി നിൽക്കുന്ന ബുദ്ധി. അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പാർട്ടി എവിടെ എന്നുള്ള ചോദ്യമാണല്ലോ വേറെ രൂപത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് വഴി? ഏത് തരത്തിൽ സമ്മർദ്ദം ചെലുത്താനാകും? ഞങ്ങളുടെ നിലപാടിനൊപ്പമാണ് നിലപാടിൽ ഉറച്ചാണ് നിന്നത് എന്ന് CPIയുടെ അണികളെ CPI എങ്ങനെ ബോധ്യപ്പെടുത്തും? അല്ല, കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും വെളിയം ഭാർഗവൻ്റെ കാലത്തും കാനൻ രാജേന്ദ്രൻ്റെ ആദ്യകാലത്തും ഒക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് CPM-നെ വരച്ച വരയിൽ നിർത്തുന്നതിൽ ചില കാര്യങ്ങളിലെങ്കിലും CPI വിജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കാനത്തിൻ്റെ കാലത്ത് തന്നെ നമ്മൾ കാണുന്നത് ഒരു കോംപ്രമൈസിങ് പൊസിഷനിലേക്ക് പോവുക, CPM-ൻ്റെ നിലപാടുകളെ പിന്നെ ആദ്യത്തിലൊക്കെ ഒന്ന് എതിർത്തായിട്ട് വരുത്തിയിട്ട് പിന്നെ അതിനുണ്ട് അനുകൂലമായിട്ട് വരിക, അതിനെ അത്തരം വിഷയങ്ങളെ കണ്ണടച്ചുകൊണ്ട് ഒഴിവാക്കുക, ഈ തരത്തിലൊരു സമീപനത്തിലേക്ക് കോംപ്രമൈസിങ് ആയിട്ട് രീതിയിലേക്ക് CPI കുറേ കാലമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വന്നതിൻ്റെ ദുരന്തമാണ് ഇന്നിപ്പോൾ ആ പാർട്ടി അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് CPI-കാരുടെ മന്ത്രിമാർ അവിടെ ഇരിക്കെ തന്നെ 22-ാം തീയതി ക്യാബിനറ്റ് മീറ്റിംഗിൽ അവരതിൽ പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ ഒരാഴ്ച മുമ്പ് ഒപ്പിട്ട് കഴിഞ്ഞ സംഗതിയാണ്. ഒരാഴ്ച മുമ്പ് ഒപ്പിട്ട കാര്യം വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയാം, മുഖ്യമന്ത്രിക്ക് അറിയാം, ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം, ഈ പാവപ്പെട്ട CPI-കാർക്ക് അറിയില്ല. അപ്പോൾ അവരെ ആ നിലയിൽ അങ്ങനെ ട്രീറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു തോന്നലുണ്ടാക്കാൻ കാരണം എന്തുകൊണ്ടാണ്? കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇത്തരം വിഷയങ്ങളിൽ CPI എടുത്ത അഴകുഴമ്പൻ നയം CPM-ന് ശക്തമായിട്ടൊരു വടി കൈ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വെറുതെ വർത്തമാനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങളൊന്നും ആരും ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല എന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കിയ CPI തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നത് അവരാലോചിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് രണ്ട് വഴിയാണ്. ഒന്നുകിൽ അവർക്ക് ആ മുന്നണി വിട്ട് പുറത്തേക്ക് വരാം. കേരളത്തിലെ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് വിട്ടു വന്നാലും CPI-ക്ക് അണികളുണ്ട്, അവർക്ക് ന്യായമായ പൊസിഷൻ UDF-നെ പോലുള്ള പാർട്ടികളിലൊക്കെ കിട്ടും. അതല്ലെങ്കിൽ ഇപ്പോൾ CPM-ഉമായിട്ട് യോജിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ മാതിരി കൂടുതൽ നഷ്ടങ്ങളിലേക്ക് പോവുകയും ചെയ്യുക എന്ന പ്രതിസന്ധി, അതെന്താ വേണ്ടത് അവരാലോചിക്കേണ്ടതാണ്. എന്താണ് അവർ തീരുമാനിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ നിർഭാഗ്യവശാൽ CPI-യെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലാണ് അവർ ചെന്നുവിട്ടിരുന്നത്. ഈ വിഷയത്തിൽ ഒരു കടുത്ത നിലപാട് എടുക്കുന്നില്ലെങ്കിൽ, ഈ വിഷയത്തിൽ ശക്തമായ പൊസിഷൻ കണ്ടിന്യൂ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായും പാർട്ടിക്ക് ആഭ്യന്തരമായിട്ട് പ്രതിസന്ധി നേരിടേണ്ടതായിട്ട് വരും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.